ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവരെ ആർക്കും കിട്ടാത്ത പുതിയ സ്മാർട്ട് ഫോണിന്റെയും പുതിയ ഗാഡ്ജറ്റ്സിന്റെയും ലീക്കുകളായിട്ടാണ് ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ ഗൈസ് കമ്പനി പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ഈ ഒരു സംഭവം ലീക്ക് ആയിരിക്കുന്നുണ്ട്. അതേ ഗൈസ് അടുത്ത കൊല്ലം ഇറങ്ങാതിരിക്കുന്ന S25 എങ്ങനെ ഇരിക്കുന്നുള്ള ലീക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് മാത്രമല്ല ഗൈസ് സാംസങ്ങിന്റെ ആയിട്ട് വരാതിരിക്കുന്ന പുതിയ സ്മാർട്ട് വാച്ച് ഉണ്ട്, സാംസങ് ഗാലക്സി വാച്ച് 7ഉം 7 അൾട്രയും. അതിന്റെ ഫോട്ടോയും അതിന്റെ സ്പെക്കും അതിന്റെ പ്രൈസും നമുക്ക് ലീക്ക് ആയി കിട്ടിയിട്ടുണ്ട്. ഇതുകൂടാണ്ട് ഗൈസ് ഷവോമിയുടെ പുതിയ ഫോൾഡ് ഫോൺ ഇറങ്ങാതിരിക്കുന്നുണ്ട്, അതിന്റെ ലീക്സ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ അടിപൊളിയായിട്ടുള്ള ഒരുപാട് ലീക്സും അപ്ഡേറ്റ്സും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതെല്ലാമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അധികം പറഞ്ഞ സമയങ്ങളല്ലേ ഗൈസ്, നമുക്ക് ലീക്സ് ആൻഡ് അപ്ഡേറ്റ്സിലേക്ക് പോയാലോ. ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, ഇവിടെ കാണുന്ന ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്ത് തേനീച്ചക്കൂടാണോന്ന്. ഗൈസ് ഇത് തേനീച്ചക്കൂടല്ല, നമ്മുടെ ഷവോമിയുടെ പുതിയ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള ഷവോമി മിക്സ് ഫോൾഡ് 4 എന്ന് പറഞ്ഞിട്ടുള്ള സ്മാർട്ട് ഫോണിന്റെ ബാക്ക് ആണ് ഗൈസ് ഈ കാണുന്നത്. ഏറെക്കുറെ തേനീച്ചക്കൂട് പോലെ സംഭവം ഇരിക്കുന്നുണ്ട്. ഇത് ക്യാമറയാണ് ഗൈസ്, ഏറെക്കുറെ 5 ക്യാമറ ഈ ഒരു ഫോണിന്റെ ബാക്ക് വരുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഫുൾ ലുക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് മടക്കി പിടിക്കുമ്പോൾ ലുക്ക് ആട്ടോ, ഫോൾഡ് അല്ലേ, അപ്പോൾ മടക്കി പിടിക്കുമ്പോൾ ബാക്കിലത്തെ ലുക്കാണ് ഇപ്പോൾ നമുക്ക് റെൻഡറായി ലീക്കായി കിട്ടിയിട്ടുള്ളത്. സംഭവം കാണാൻ കൊള്ളാം ഗൈസ്. പിന്നെ വേറൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ ഇന്ത്യയിൽ ഇറങ്ങില്ല, അതുകൊണ്ട് പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കണ്ട, നമ്മൾ വാങ്ങിച്ച് കാശാളുണ്ടല്ലോ. ഇത് കേസ് വല്ല ചൈനയിലോ അമേരിക്കയിലോ അവിടെ ഇവിടെയൊക്കെ ഇറക്കി വിടുള്ളൂ കേസ്. നമ്മുടെ ഇന്ത്യയിൽ ഈ പണ്ടറടങ്ങിയ സാധനം ഇറങ്ങൂല, ഉറപ്പാണ്. നിങ്ങൾ നോക്കിക്കോ. ഇനി ഇറങ്ങിയാണെങ്കിൽ തന്നെ ഗൈസ് വർഷങ്ങളോളം എടുക്കും നമ്മുടെ ഇവിടെ ഇറങ്ങുമ്പോൾ. ചിലപ്പോൾ ഗൈസ് ഈ ഒരു മിക്സ് ഫോൾഡ് 4ന്റെ പേരൊക്കെ മാറ്റി വേറെ വല്ല പേരിലേക്കായിരിക്കും ഗൈസ് ഈ ഒരു സാധനം ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. എന്തായാലും ഷവോമിയുടെ ഭാഗത്തു നിന്ന് ഒരു പുതിയ ഫോൾഡ് ഫോൺ ഇറങ്ങുന്നുണ്ട്, അതിന്റെ ഫോട്ടോയുടെ ലീക്ക് ആയിട്ടുണ്ട്, ഞാൻ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഫ്രണ്ട്സ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് Pixel 9 ആണ്. അതേ ഗൈസ് Pixel 9ന്റെയും ലീക്കഡ് ആയിട്ടുള്ള ഫോട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഗൈസ്, ഇത് ലീക്കഡ് ഫോട്ടോ അല്ലായിരുന്നു, ഇത് ലീക്കഡ് വീഡിയോ ആയിരുന്നു. പക്ഷേ ഗൈസ് ഈ ഒരു വീഡിയോ നമുക്ക് കിട്ടിയില്ല, ജസ്റ്റ് അതിൽ കുറച്ച് സ്ക്രീൻഷോട്ട് ഫോട്ടോസ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. സംഭവം കൊള്ളാം ഗൈസ്, ഒരു പ്രീമിയം ലുക്ക് തന്നെ ഒരു സാധനത്തിന് വന്നിട്ടുണ്ട്. ബാക്കിലത്തെ ഒരു ക്യാമറയുടെ ഷേപ്പ് ആയാലും അതുപോലെ തന്നെ ആ ഒരു ക്യാമറ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നതായാലും മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു അടിപൊളിയായിട്ടുള്ള ലുക്ക് ഈ ഒരു സാധനത്തിന്, പ്രീമിയം ലുക്ക് ഈ ഒരു സാധനത്തിന് കിട്ടിയിട്ടുണ്ട്. എന്തായാലും പിക്സൽ അല്ലേ ഗൈസ്, സംഭവം അടിപൊളി ആയിരിക്കും ഇറങ്ങി കഴിയുമ്പോൾ. ഇനി ഫ്രണ്ട്സ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് സാംസങ് ഗാലക്സി Z Flip 6ന്റെ കുറച്ച് ലീക്സ് ആൻഡ് ഫോട്ടോസ് ആണ്. സംഭവം ഗൈസ് ഇനിയിപ്പോൾ ലീക്കുന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ഒട്ടുമിക്ക എല്ലാവരും ഇതിന്റെ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. കുറച്ച് നാൾ മുമ്പ് വരെ ലീക്ക് ആയിരുന്നു, ഇപ്പൊ ഗൈസ് ഇത് ലീക്ക് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് നമ്മുടെ സാംസങ് ഗാലക്സി Z Flip 6. ഇങ്ങനെ ആയിരിക്കും സംഭവം ഇരിക്കുക. പഴയ Z Flip തന്നെ അതിൽ കുറച്ച് മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തിയിട്ടുള്ള ഒരു ലുക്കിലാണ് സംഭവം വന്നിരിക്കുന്നത്. കാണാൻ കൊള്ളാം, പ്രൊസസ്സറൊക്കെ അടിപൊളിയാണെന്നാണ് അറിയാൻ പറ്റിയത് സ്നാപ്ഡ്രാഗന്റെ. എന്തായാലും സംഭവം ഇറങ്ങട്ടെ ഗൈസ്, ഈ അടുത്ത് തന്നെ ഈ ഒരു ഫോൺ ഇറങ്ങും. ഇറങ്ങിക്കഴിഞ്ഞ് യൂസ് ചെയ്ത് നോക്കുമ്പോഴായിരിക്കും നമുക്ക് ഇതിനെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഗൈസ് ഒരു ഫ്ലിപ്പ് ആയതുകൊണ്ട്, ഈ ഒരു ഫോൾഡും ഫ്ലിപ്പ് ആയതുകൊണ്ട് ആൾക്കാർക്ക് എന്താ പറയുക ഒരു കൗതുകമായിരിക്കും. പക്ഷെ വാങ്ങിക്കാൻ എല്ലാവർക്കും പേടിയായിരിക്കും ഗൈസ്, ഡിസ്പ്ലേക്ക് വല്ലതും പറ്റുമോന്ന്. അത് നമുക്ക് അറിയില്ല, കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ പറ്റിക്കഴിഞ്ഞാൽ പറ്റിയതാണ്. സാംസങ്ങിന്റെ ഡിസ്പ്ലേ ഒക്കെ ഗൈസ് എണ്ണി കൊടുക്കേണ്ടി വരും കാശ് നല്ല രീതിക്ക്. അതുകൊണ്ട് ഈ ഫ്ലിപ്പിലൊക്കെ ആൾക്കാർക്ക് ഇപ്പോഴും ഒരു വിറ്റുപോയിരിക്കും. നമുക്ക് എന്തായാലും ഇറങ്ങുമ്പോൾ നോക്കാം ഗൈസ് ഇതിന്റെ അവസ്ഥ. ഇനി ഫ്രണ്ട്സ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് സാംസങ്ങിനെ പറ്റിയിട്ടാണ്. ഇത് പറയുമ്പോൾ ചെറിയൊരു ചിരി വരുന്നുണ്ട് കേട്ടോ, കാരണം സാംസങ് നോർമലി ഒരു ഫോണേയും കോപ്പി അടിക്കാറില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ യുണിക് ആയിട്ടുള്ള ഡിസൈനിലാണ് എപ്പോഴും മോഡൽസ് ആയാലും ഗാഡ്ജറ്റ്സ് ആയാലും ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ സാംസങ്ങും ആപ്പിളും തമ്മിലുള്ള യുദ്ധത്തിലാണ്. ഫാൻസ് ആയാലും അതുപോലെ തന്നെ രണ്ട് കമ്പനി ആയാലും നല്ല കോമ്പറ്റീഷനിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്തായിരുന്നു സാംസങ്ങിന്റെ പുതിയ ഗാഡ്ജറ്റ്സ് ആയിട്ടുള്ള സാംസങ് ഗാലക്സി വാച്ച് 7ഉം അതുപോലെ തന്നെ സാംസങ് ഗാലക്സി ബഡ്സും അവർ പുറത്തിറക്കാൻ വേണ്ടി പോകുന്നത്. ഇതിന്റെ രണ്ടിന് ഫോട്ടോ ലീക്ക് ആയിട്ടുണ്ട് ഗൈസ്. അതിന് തന്നെ ഞാൻ ഫോട്ടോ കാണിച്ചു തരാം, അത് കഴിഞ്ഞിട്ട് ബാക്കി പറയാം. ഫ്രണ്ട്സ് ഫസ്റ്റ് നിങ്ങളിവിടെ കാണുന്നതാണ് നമ്മുടെ ആപ്പിളിന്റെ എയർപോഡ്സ് പ്രോ 2nd Gen. നിങ്ങൾ വിശ്വസിച്ചില്ല ഗൈസ് ഇത് ആപ്പിളിന്റെ എയർപോഡ്സ് പ്രോ 2nd Gen ആണെന്ന്. എങ്കിൽ ഫ്രണ്ട്സ് ഇത് ആപ്പിളിന്റെ പ്രൊഡക്ട്സ് അല്ല, ഇത് സാംസങ്ങിന്റെ പ്രൊഡക്റ്റ് ആണ്. ഇതാണ് ഗൈസ് ഇറങ്ങാനിരിക്കുന്ന നമ്മുടെ സാംസങ്ങിന്റെ ഗാലക്സി ബഡ്സ് 3 Pro. ഒറ്റ ലുക്കിൽ കണ്ടു കഴിഞ്ഞാൽ ആരായാലും പറയും ഗൈസ് ഇത് ആപ്പിളിന്റെ എയർപോഡ് ആണെന്ന്. അമ്മാതിരി കോപ്പിയാണ് ഗൈസ് സാംസങ് ചെയ്തിരിക്കേണ്ടത്. ഈ ഒരു സംഭവം കണ്ടു കഴിഞ്ഞപ്പോൾ സത്യമായിട്ട് ഞാൻ വിചാരിച്ചത് ആപ്പിളിന്റെ എയർപോഡ് ആണെന്നാണ്. പിന്നെ ഓപ്പൺ ആക്കി നോക്കിക്കഴിഞ്ഞ് ചെറിയ മൈന്യൂട്ട് വ്യത്യാസങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി ഇത് ആപ്പിളിന്റെ ഡിവൈസ് അല്ലാന്ന്. പിന്നെ അതിന്റെ ടൈറ്റിലും ഹെഡ്ലൈനും എടുത്ത് നോക്കിയപ്പോൾ മനസ്സിലായി ഇത് സാംസങ്ങിന്റെ ആണെന്ന്. അപ്പൊ ഗൈസ് പറയുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കോപ്പി അടിച്ച് വെച്ചിട്ടുണ്ട് സാംസങ് എന്തെങ്കിലും ചെയ്തതെന്ന് എനിക്ക് അറിയത്തില്ല ഗൈസ്. സാംസങ്ങും ആപ്പിളും തമ്മിൽ നല്ല കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഊളത്തരം സാംസങ് കാണിച്ചിരിക്കുന്നത്. എന്തായാലും കൊള്ളാം, നൈസായിട്ട് കോപ്പി അടിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പുറത്തേക്ക് നമ്മുടെ സാംസങ്. ഇനിയിപ്പോൾ ഇത് എന്തെങ്കിലും ആവട്ടെ, അതായത് നമുക്ക് ഓക്കെ അവർ ആ ഒരു ഡിസൈൻ എടുത്തു, അത് ഒരുപാട് പേര് എടുക്കുന്നുണ്ട് എയർപോഡ്സിനും എയർബഡ്സിനൊക്കെ ഒരു ഡിസൈൻ. അപ്പോൾ ചിലപ്പോൾ സാംസങ്ങും ആ ഒരു ഡിസൈൻ എടുത്തതായിരിക്കും, ഒരു വെറൈറ്റി ഒക്കെ പിടിക്കാമെന്ന് വിചാരിച്ച് സാംസങ്ങിന്റെ ഗാലക്സി വാച്ച് 7 അൾട്ര എന്ന് പറഞ്ഞൊരു മോഡൽ ഇറങ്ങുന്നുണ്ട്. അത് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഗൈസ് ഈ ഒരു കാഴ്ച ഞാൻ കണ്ടത്. സംഭവം നമ്മുടെ ആപ്പിളിന്റെ അൾട്ര വാച്ച് 9ന്റെ സെയിം കോപ്പി,
ഒന്നും പറയാനില്ല. ആ ഒരു റൗണ്ടിന് വരെ ഒരു സ്ക്വയർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൾട്രാ വാച്ച് ആണെന്ന് പറയത്തുള്ളൂ ഗൈസ്. ലുക്ക് ആയാലും അതിൽ വന്നിരിക്കുന്ന എന്തിന് വാൾപേപ്പർ വരെ അങ്ങനെ തന്നെ സാംസങ് അടിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് ഗൈസ് ഈ ഒരു സാംസങ് ഗാലക്സി വാച്ച് 7 അൾട്രയിൽ. എന്തായാലും ഇതും നല്ലൊരു പരിപാടിയായിട്ടുണ്ട്. നല്ല വൃത്തിക്ക് സാംസങ് അങ്ങ് കോപ്പി അടിച്ചിട്ടുണ്ട്. ഇതെന്താ സംഭവം ഒന്നും എനിക്കറിയില്ല ഗൈസ്, എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അതായത് സാംസങ് ഗാലക്സി ബഡ്സ് 3 പ്രോ ആയാലും അതുപോലെ തന്നെ സാംസങ് ഗാലക്സി വാച്ച് 7 അൾട്ര ആയാലും കാണാൻ അടിപൊളിയായിട്ടുണ്ട്. സംഭവം കോപ്പി അടിച്ചാണെങ്കിലും സംഭവം വെറൈറ്റി ആയിട്ടുണ്ട്. ഇനി ഗൈസ് ബഡ്സിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന പോലെ തന്നെ ഈ ഒരു ഡിസൈനിലാണ് വരുന്നത്. ഏറെക്കുറെ ആപ്പിളിന്റെ എയർപോർട്സിന്റെ സെയിം ലുക്കിലാണ് നമ്മുടെ സാംസങ് ഗാലക്സി ബഡ്സ് 3 പ്രോ വരുന്നത്. അതുപോലെ വാച്ചിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഗൈസ് ഈ ഒരു കിഡിലൻ ലുക്ക് എന്ന് പറയുമ്പോൾ ആപ്പിളിന്റെ അൾട്രാ വാച്ചിന്റെ പോലെ തന്നെ കിഡിലൻ ലുക്കിലാണ് ഈ ഒരു വാച്ചും വരുന്നത്, നമ്മുടെ സാംസങ് ഗാലക്സി വാച്ച് 7 അൾട്ര വരുന്നത്. അതുപോലെ ഗൈസ് ഇത് 2 കളറിലാണ് ഗൈസ് വരുന്നത്, വൈറ്റും ബ്ലാക്കും ഓറഞ്ചും. അതേ ഗൈസ് ഇവിടെ കാണുന്ന ഒരു 3 കളറിലാണ് ഈ ഒരു വാച്ച് വരുന്നത്. സംഭവം കൊള്ള ഗൈസ്. ഈ ഒരു അൾട്രാ വാച്ചിൽ ഗൈസ് 1.5 ഇഞ്ച് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ തന്നെ സാംസങ്ങിന്റെ തന്നെ എക്സ്നോസ് W1000 എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊസസറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗൈസ് 590 mAh ബാറ്ററിയാണ് വരുന്നത്. ബാറ്ററിയുടെ കാര്യം എന്തായാലും ഷോക്കായിരിക്കും ഗൈസ്. സാംസങ്ങിന്റെ വാച്ച് പറയാ വേണ്ട, ആ കേസിൽ ആപ്പിളിന്റെ വാച്ചായാലും പറയാ വേണ്ട, ബാറ്ററിക്ക് ഒരു ദിവസം കിട്ടിയാ കിട്ടി. അപ്പോൾ ഇത്രയാണ് ഗൈസ് mAh ബാറ്ററി വരുന്നത്. പിന്നെ ഗൈസ് ഇതിൽ ടൈറ്റാനിയം കേസ് വരുന്നുണ്ട് കേട്ടോ, നമ്മുടെ ആപ്പിൾ അൾട്രയുടെ പോലെ തന്നെ ടൈറ്റാനിയം കേസ് വരുന്നുണ്ട്. അതുകൊണ്ട് നല്ല കിഡിലും പ്രീമിയം ലുക്ക് ആയിരിക്കും. നിലത്ത് വീണ അധികം പരിക്കൊന്നും പറ്റാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ ഈ ഒരു അൾട്രാ വാച്ചിന്റെ പ്രൈസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറെക്കുറെ നമ്മുടെ ഇന്ത്യക്ക് വരുമ്പോൾ ഈ ഒരു സാധനത്തിന് 70,000 രൂപ അടുത്ത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഗൈസ്. വളരെ കൂടുതൽ എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ ലീക്ക് അനുസരിച്ച് 70,000 രൂപ അടുത്ത് വരും. അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഇവിടെ കാണുന്ന ഒരു ലുക്കിലാണ് നമ്മുടെ സാംസങ് ഗാലക്സി വാച്ച് 7 വരുന്നത്. കുഴപ്പമില്ല, ഒരു ക്ലാസ് ആയിട്ടുള്ള ലുക്ക് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിന്റെ പ്രൈസ് എത്ര വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഏകദേശം ഗൈസ് 40,000 രൂപയോളം ഈ ഒരു സാംസങ് ഗാലക്സി വാച്ച് 7 വില വരും. ഇനി ഫ്രണ്ട്സ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് സാംസങ് ആരാധകർക്ക് വേണ്ടിയുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഗൈസ്. അതേ ഫ്രണ്ട്സ് അടുത്ത കൊല്ലം ഇറങ്ങാതിരിക്കുന്ന സാംസങ് ഗാലക്സി S25 അൾട്രനെ പറ്റിയുള്ള ലീക്കാണ്. അപ്പോൾ ഗൈസ് നമുക്ക് അറിയാൻ സാധിച്ചെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി സാംസങ് ഗാലക്സി S20 സീരീസ് വരുമ്പോൾ അതിന്റെ കോർണറൊക്കെ എഡ്ജൊക്കെ സ്ക്വയർ ആയിരുന്നു S24 വരെ. പക്ഷേ ഗൈസ് ഈ ഒരു S25 ഇറങ്ങുമ്പോൾ ആ സ്ക്വയറിന് പകരം കർവ് ആയിരിക്കും. ഏറെക്കുറെ കാണാനായിട്ട് ഗൈസ് ഈ ഒരു ലുക്ക് ആയിരിക്കും നമ്മുടെ S25 എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത്. തുമ്പൊക്കെ ഇങ്ങനെ കർവ് ആയിരിക്കും, സ്ക്വയർ ആയിരിക്കില്ല. അതുപോലെ ക്യാമറ അതേ ഗൈസ് ഇതുപോലെ നൈസ് ആയിട്ട് ഒരു റൗണ്ടഡ് ആയിട്ടുള്ള ക്യാമറ ആയിരിക്കും ഇനി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഫുള്ളി റൗണ്ട് അല്ല, സ്ക്വയർ, അതുപോലെ തന്നെ കർവ് ആയിട്ടുള്ള ഒരു സ്ക്വയർ. ഈ ഒരു ലുക്ക് ഒറ്റയടിക്ക് പറഞ്ഞ ഈ ഒരു ലുക്കിലായിരിക്കും നമുക്ക് S25 കാണാനായിട്ട് സാധിക്കാന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്തായാലും ഫ്രണ്ട്സ് ഈ ലുക്ക് കൊള്ളാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. മുമ്പത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതും കൊള്ളാം, അത്യാവശ്യം നല്ല ലുക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു മാറ്റെങ്കിലും കൊടുന്നുമല്ലോ. ആപ്പിൾ അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും പിടിച്ച് പോയിക്കൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു 30 വരെ, അതായത് iPhone 30 വരെ ഈ ഒരു ലുക്ക് തന്നെ ആയിരിക്കുള്ളൂ ആപ്പിളിന്. അത് വിട്, എന്തായാലും സാംസങ് ചെറിയൊരു മാറ്റെങ്കിലും കൊണ്ടുവരാൻ നോക്കില്ല, നല്ല കാര്യം. അപ്പോൾ എന്തായാലും ഗൈസ് നിങ്ങളെല്ലാവരും ഹാപ്പി ആയെന്ന് വിചാരിക്കുന്നു. ഞാനും ഹാപ്പിയായി. എനിക്കും ഇന്ന് ഒരുപാട് ലീക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ ഇനി ഫോൺസിനെയും ഗാഡ്ജറ്റ്സിനെയും പറ്റിയുള്ള ലീക്സ് അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. ഞാൻ ലീക്ക് പോയി തപ്പിയിട്ട് വരാം അടുത്തത്.